സിൻഡിക്കേറ്റിന് മുകളിൽ സെനറ്റ് ഉണ്ടല്ലോ. സെനറ്റല്ലേ സുപ്രീം. ചാൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു, റിപ്പോർട്ടർ ചാനലിലൂടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൽ ആക്ഷേപം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് ഉണ്ടല്ലോ ഇവിടെ, അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആണല്ലോ. ഈ വൈസ് ചാൻസലർക്ക് ആ മിനിറ്റ്സ് ഇങ്ങനൊരു നിയമവിരുദ്ധമായി ഞാനില്ലാതൊരു യോഗം ചേർന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഇതാണ് അതിൻ്റെ മിനിറ്റ്സ്, ഇതുൾപ്പെടെ ചാൻസലർക്ക് അയക്കാം. ചാൻസലർക്ക് അയച്ചു കഴിഞ്ഞാൽ ചാൻസലർ അത് പരിശോധിച്ചിട്ട് സിൻഡിക്കേറ്റിനോട് വിശദീകരണം ആരായും, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും സിൻഡിക്കേറ്റ് യോഗം ചേരും. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ചാൻസലറുടെ നിയമപരമായ കത്തിന് ഞങ്ങൾ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം അറിയിക്കും. അങ്ങനെ ഒരു അഭിപ്രായം സിൻഡിക്കേറ്റ് ചാൻസലർ ആവശ്യപ്പെട്ട ശേഷം അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന്മേൽ തീരുമാനം എടുക്കാം. ആ തീരുമാനം എന്താണെന്ന് നോക്കിയിട്ട് ഞങ്ങളും പ്രതികരിക്കും. ഇതേ ഉള്ളൂ. ഇതാണ് നിയമപരമായി ചെയ്യേണ്ടത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റിലടക്കം രജിസ്ട്രാർ ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകളാണെങ്കിലും സർട്ടിഫിക്കറ്റുകളാണെങ്കിലും അംഗീകരിക്കാതിരിക്കുകയും മിനിക്കാപ്പൻ അയക്കുന്ന ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് കുട്ടികൾക്കൊരു ഭാവിയിൽ പ്രശ്നമുണ്ടാകുമോ? അത് അവരെ കൂടി കാര്യമായി ബാധിക്കുന്ന പ്രശ്നമല്ലേ അത്? അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഫയൽ നോക്കിയെന്ന് പറഞ്ഞല്ലോ, നിയമവിരുദ്ധമായി വന്ന ഒരു ചാർജുള്ള രജിസ്ട്രാർ ചുമതലയുള്ളവർ, അത് അവർ നോക്കാൻ പാടില്ല. അവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളങ്ങനെ നോക്കരുത്, നിങ്ങൾ നിയമവും ചട്ടമൊക്കെ പാലിച്ചിട്ടേ ചെയ്യാവൂന്ന് അവരോട് ഞങ്ങൾ നല്ലോണം പറഞ്ഞിരുന്നു. അവരത് കേൾക്കാതെ നോക്കിയിട്ടുണ്ട്. അപ്പം നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു, ഇടയിൽ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ഈ DDFS ഒന്ന് മാറ്റിയായിരുന്നല്ലോ, ആ സിൻഡിക്കേറ്റ് ഇടപെട്ടപ്പം തിരിച്ചു കൊടുത്തല്ലോ. ആ മാറ്റിയ സമയത്തായിരിക്കും ഇത്രയും ഫയൽ നോക്കിയത്. ആ ഫയൽ നിയമപരമായി നിലനിൽക്കുന്നതല്ല, അത് സിൻഡിക്കേറ്റാണ് അധികാരി, ഇതിൻ്റെ എല്ലാ അധികാരി. സിൻഡിക്കേറ്റിനെ ഓവർ റൂൾ ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അവകാശമില്ല, അധികാരമില്ല. കാരണം അതോറിറ്റി സിൻഡിക്കേറ്റാണ്, വൈസ് ചാൻസലർ ഓഫീസറാണ്. മനസ്സിലായില്ലേ? ഇത് രണ്ട് വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ നോക്കട്ടെ, ഇത് വരുമ്പോഴേ ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. എങ്ങനെയാണ് ഏതൊക്കെ ഉത്തരവിലാണ് അവർ ഒപ്പുവെച്ചിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമ്മൾ ആലോചിക്കും. അല്ല, ഞങ്ങളോടൊപ്പം ഈ സർവകലാശാലയിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹകരിക്കുന്ന പ്ലാനിങ്ങിൻ്റെ ഡയറക്ടറാണല്ലോ, DPD ആണല്ലോ, ഡയറക്ടർ ഓഫ് പ്ലാനിങ് ഡെവലപ്മെൻറ്റാണ് ഈ താൽക്കാലിക ഇപ്പം നിയമവിരുദ്ധമായി ചുമതല കൊടുത്തെന്ന് പറഞ്ഞ രജിസ്ട്രാർ ചുമതലയുള്ളവർ. അപ്പോൾ അത് അവരങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു. ഇങ്ങനെ അല്ലാതെ ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടതല്ല, ഇങ്ങനെ കണ്ടോ യൂണിവേഴ്സിറ്റി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. സിൻഡിക്കേറ്റ് തർക്കമില്ല. VC-യെ തിരുത്തിയല്ലോ, പിന്നെ ആരെയാ പിന്നൊരു ഉദ്യോഗസ്ഥയെ തിരുത്തുന്നതിൻ്റെ പ്രശ്നം? പ്രതിസന്ധിയൊന്നുമില്ല ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, പ്രതിസന്ധിയൊന്നുമില്ല. ബോധപൂർവം പ്രതിസന്ധി ഉണ്ടെന്ന് സൃഷ്ടിക്കുകയാണ്. കാരണം എന്താ അറിയോ, അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മാധ്യമങ്ങളോട് ഞങ്ങൾക്കുള്ളൊരു അപേക്ഷ, നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മളെല്ലാം മലയാളികളാണല്ലോ, നമ്മുടെ യൂണിവേഴ്സിറ്റി രാജ്യാന്തര തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. NAC അക്രഡിറ്റേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം NIRF റാങ്കിങ്ങിൽ നമ്മൾ 21-ൽ വന്നു. അതിന് മുമ്പ് 24ആയിരുന്നു നമ്മുടെ സ്ഥാനം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ 9-ാം സ്ഥാനത്താണ് കേരള യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത്. US വേൾഡ് റാങ്കിങ്ങിൽ സൗത്ത് ഏഷ്യയിൽ 89-ാമത്തെ സ്ഥാനമാണ് നമ്മുടെ സ്ഥാനം. ഇപ്പോഴും നിരവധി അവാർഡുകൾ കിട്ടി, ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സർവകലാശാലയിൽ ഇങ്ങനെ കലാകായിക രംഗത്ത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ നമ്മളായിരുന്നു 1-ാം സ്ഥാനം ഈ കഴിഞ്ഞ വർഷം. അതേപോലെ തന്നെ സ്പോർട്സിൽ വോളിബോളിൽ ഉൾപ്പെടെ നമ്മൾ ചാമ്പ്യന്മാരായി. നിരവധി കായിക രംഗത്ത് കലാരംഗത്തൊക്കെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നിരവധി പേറ്റൻറ്റുകൾ നമ്മുടെ അക്കാഡമിഷ്യന്മാരുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ വരാൻ പോകുന്ന റാങ്കിങ്ങിൽ വളരെ ഉന്നതമായ സ്ഥാനം നമ്മുടെ യൂണിവേഴ്സിറ്റി കിട്ടുകയാണ്. അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ മുന്നേറ്റത്തെയാണ് സാക്ഷ്യം വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തെ അട്ടിമറിക്കാനാണോ ഇത്തരമുള്ള പ്രവൃത്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സിൻഡിക്കേറ്റ് സംശയിക്കുന്നു. അതാണ് പ്രധാന പ്രശ്നം. മറ്റൊരു കാര്യം കൂടെ, സിൻഡിക്കേറ്റിൽ ഒരു അംഗത്തിനെതിരെ കോടതിയലക്ഷ്യ കേസ് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സിൻഡിക്കേറ്റ് നോക്കുകയാണ്? അത് കോടതിയുടെ ഭാഗമാണല്ലോ. കോടതി ഇരിക്കുമ്പോൾ കോടതി അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയണം. അതിനെ നിയമപരമായി നേരിടും.